everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ അക്ഷയ് സാർ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട കാര്യം പഠിപ്പിക്കാൻ തന്നെയാണ്. തമ്പനയിൽ നിങ്ങൾ കണ്ടു റെസ്പിറേഷൻ ഇൻ ഹ്യൂമൻ ബീങ്. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്ന സെഷൻ നമ്മുടെ ലൈഫ് പ്രോസസ് ആണെന്ന് നമുക്കറിയാം. ലൈഫ് പ്രോസസ് എന്ന നമ്മുടെ ചാപ്റ്റർ, നമുക്ക് ഒരുപാട് ലൈഫ് പ്രോസസ് പഠിക്കാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? ലൈഫ് പ്രോസസ് തന്നെയല്ലേ? നമ്മുടെ ചാപ്റ്ററിന്റെ പേരും അത് തന്നെയാണ്, ലൈഫ് പ്രോസസ്സസ്. അതായത് ഒരാൾക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ അയാളുടെ ശരീരത്തിൽ നടക്കേണ്ട ജീവൽ പ്രക്രിയകൾ, അത് തന്നെയാണ് നമ്മൾ ലൈഫ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ജീവൻ, നമ്മളിപ്പോ ജീവനോടെ നിൽക്കും. സാറിപ്പോ ജീവനോടെ നിൽക്കുന്നതിന്റെ കാരണം എന്താ? സാറിന്റെ ബോഡിയിൽ ഒരുപാട് പ്രോസസ്സുകൾ, ഫിസിയോളജിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ടാണ്. സോ ആ പ്രോസസ്സ് നടന്നെങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? ലൈഫ് പ്രോസസ് എന്ന് വിളിച്ചത്. സോ അതിലൊരു ലൈഫ് പ്രോസസ് ആണ് എന്ത്? റെസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും? റെസ്പിറേഷൻ ആണ്. സോ എന്ത് ചെയ്യണം? നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുക? കണ്ണിമ വെട്ടാതെ ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. വളരെ വ്യക്തമായി തന്നെ സാറ് കൃത്യമായി റെസ്പിറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ട കുട്ടികൾക്ക് നോ മോർ കൺഫ്യൂഷൻ ഇൻ റെസ്പിറേഷൻ. റെസ്പിറേഷനിൽ എന്തുണ്ടാവില്ല? കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. സെറ്റ് ആയിരിക്കും, മജയായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യും. ഓക്കെ, ഈസി ആണെടാ, തുടങ്ങിക്കൂടെ? സോ നമുക്ക് ആദ്യം എന്താണ് ഈ കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു, ഈ ഒരു വീഡിയോയുടെ കോണ്ടന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം സാർ എന്ത് ചെയ്യും അറിയോ? സാർ ആദ്യം റെസ്പിറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരും. പിന്നീട് നമ്മൾ പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ. എത്ര തരത്തിൽ റെസ്പിറേഷൻ ഉണ്ട്, എന്തിന്റെ ബേസിസിലാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ബുദ്ധിമുട്ടൊന്നുമില്ലാതെ. മൂന്നാമത് എനർജി കറൻസി ഓഫ് ദ സെല്ല്, അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോണ്ടന്റ് വീഡിയോയിലുള്ളത്. സോ തുടങ്ങിയാലോ? തുടങ്ങാം. സോ നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ എല്ലാവരും റെഡി ആണെങ്കിൽ നോക്കിക്കോളൂ. ആദ്യത്തെ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ കിടക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ ഡു വി ഒബ്റ്റെയിൻ എനർജി ഫ്രം ദ ഫുഡ് വി ഈറ്റ്? സാധാരണ ഈ ക്വസ്റ്റ്യൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ചോദിക്കുകയാണ് ഞാൻ. ഹൗ ഡു വി ഒബ്റ്റെയിൻ എനർജി, ഇത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഹൗ ഡു വി ഒബ്റ്റെയിൻ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും ഫുഡ് എന്നാണെന്ന് പറയും. ശരിയല്ലേ? വി ഈറ്റ് ഫുഡ് ടു ഗെറ്റ് എനർജി. ഇത് നമ്മൾ പറയാറില്ല കാര്യമല്ലേ? എനർജി എവിടുന്നാ കിട്ടുക? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എനർജി കിട്ടുന്നത്. ഏതൊരു കോമൺ മാൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും അവര് പറയുന്ന റിപ്ലൈ ഇതായിരിക്കും: എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? ഭക്ഷണം കഴിക്കുമ്പോൾ വി വിൽ ഗെറ്റ് എനർജി. ഹൗ ദിസ് ഈസ് ഹാപ്പനിങ്? ദാറ്റ് ഈസ് എ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഹൗ ദിസ് ഈസ് ഹാപ്പനിങ്? വി ആർ ഈറ്റിംഗ് ഫുഡ്, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നമുക്ക് എനർജി കിട്ടുന്നുണ്ടോ? നോ, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. Then we will get energy. How this is happening? How this is happening? അതാണ് മക്കളെ റെസ്പിറേഷൻ. ഇനിഷ്യലി നമ്മൾ ഫുഡ് കഴിച്ചു, എല്ലാവരും ശ്രദ്ധിച്ചോ? നമ്മൾ ഫുഡ് കഴിച്ചു, the food is getting digested. Digestion is done by our digestive system. You know that we have got digestive system, and digestive system is responsible for digestion. What is digestion? Complex food material is broken down to form simple form. അതാണ് എന്ത്? ഡൈജഷൻ അല്ലേ? നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം എന്താ? അതിലൊക്കെ ഉള്ളത് കോംപ്ലക്സ് ന്യൂട്രിയന്റാ, കോംപ്ലക്സ് ഫുഡാ. ഈ കോംപ്ലക്സ് ഫുഡിനെ നമ്മുടെ ബോഡിക്ക് നേരിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? നോ, അവർ ബോഡി കനോട്ട് ഡയറക്ട്ലി അബ്സോർബ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽ. So what to do? The complex food material need to be broken down, right? Complex food material എന്താവണം? ചെറിയ ചെറിയ കഷ്ണങ്ങളാവണം, സിമ്പിളായി മാറണം. സിമ്പിളായി മാറിക്കഴിഞ്ഞാൽ our body can easily absorb. So that process is called digestion. Ready? After digestion,
ദ സിമ്പിൾ ന്യൂട്രിയന്റ് ഫോം ചെയ്തില്ലേ ഡൈജഷന് ശേഷം? ആ സിമ്പിൾ ന്യൂട്രിയന്റ് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ബ്രേക്ക് ഡൗൺ കൊണ്ടാണ്. അത് നമ്മളെ കാർബോഹൈഡ്രേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ട് ഗ്ലൂക്കോസ് ഉണ്ടായി. അങ്ങനെ ആ ഗ്ലൂക്കോസിനെ ഉപയോഗിച്ചുകൊണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ ബോഡി, നമ്മുടെ സെല്ലുകളിലാണ് സംഭവിക്കുക. നമ്മുടെ സെല്ലുകളിൽ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ചെയ്യും. ആരെ ഉപയോഗിച്ചുകൊണ്ട്? ഈ ഗ്ലൂക്കോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ. സോ എന്താണ് റെസ്പിറേഷൻ? ദ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് എനർജി ബൈ ദി ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് പോലുള്ള കാർബോഹൈഡ്രേറ്റിന്റെ ബ്രേക്ക് ഡൗൺ, അല്ലെ? ബ്രേക്ക് ഡൗൺ കൊണ്ടുണ്ടാവുന്നതാണെന്ത്? ആ പ്രോസസ്സിനെ വിളിക്കുന്നത് റെസ്പിറേഷൻ. അങ്ങനെ റെസ്പിറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് എന്താണ് റിലീസ് ചെയ്യപ്പെടുന്നത്? യെസ്, എനർജിയാണ് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ഡൈജഷൻ സംഭവിക്കുന്നു, സിമ്പിൾ ന്യൂട്രിയന്റ് ആയ ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ആ ഗ്ലൂക്കോസ് ബ്ലഡിലൂടെ നമ്മുടെ സെല്ലുകളിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് ഈ ഗ്ലൂക്കോസിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുക. അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്നു. അങ്ങനെ എനർജി റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റെസ്പിറേഷൻ. ക്ലിയർ അല്ലേ? എന്തൊരു എളുപ്പമാ അല്ലേ? വളരെ എളുപ്പമല്ലേ? സിമ്പിൾ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് റെസ്പിറേഷൻ എത്ര തരത്തിലുള്ളത്? ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ, റെസ്പിറേഷൻ ഈസ് ഓഫ് 2 types. റെസ്പിറേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? 2 type. ഫസ്റ്റ് വൺ you can see here, it is aerobic respiration. I hope you can see, correct? First one is aerobic respiration and second is anaerobic respiration. Aerobic ആ വേർഡ് തന്നെ അറിയാം, എയർ വേണം അല്ലെങ്കിൽ ഓക്സിജൻ റിക്വയർഡ് ആണ്. അവിടെ നിങ്ങൾ നോക്കിക്കേ, അബ്സോർബ് ചെയ്യപ്പെട്ട ന്യൂട്രിയന്റ്, ഡൈജഷന് ശേഷം അബ്സോർബ് ചെയ്യപ്പെട്ട സിമ്പിൾ ന്യൂട്രിയന്റ്, ഗ്ലൂക്കോസ് പോലുള്ള സിമ്പിൾ ന്യൂട്രിയന്റ്, സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആരുടെ സഹായം കൊണ്ട്? ഓക്സിജന്റെ സഹായം കൊണ്ട്. സോ ഇൻ എയറോബിക് റെസ്പിറേഷൻ absorbed nutrient is broken down in the presence of oxygen. See, oxygen is present or oxygen is involved in the breaking process. Then energy is produced or energy is released. This respiration, where which breakdown is happening because of oxygen. Oxygen is required there. അങ്ങനെയുള്ള റെസ്പിറേഷനെ നമ്മൾ എന്ത് വിളിച്ചു? എയറോബിക് റെസ്പിറേഷൻ. ക്ലിയർ? And in second case, that is anaerobic respiration, you can see here also absorbed nutrient is broken down or breaking down. This is happening. Absorbed nutrient breakdown ആവും. But you see, there is no oxygen. Okay, it's not depending on oxygen. There is no oxygen. അവിടെ oxygen ഇല്ല. In the absence of oxygen, see, in the absence of oxygen, the nutrient is breaking down. It's broken down. Energy is released. Energy is produced. This is anaerobic respiration. മക്കളെ വളരെ എളുപ്പമാണ്, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, വളരെ എളുപ്പമുള്ള കാര്യം തന്നെയാണ്, ഈസിയാണ്. ഇനി നമുക്ക് എയറോബിക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എയറോബിക് ഡിസ്കസ് ചെയ്തിട്ട് എനേറോബിക് ഡിസ്കസ് ചെയ്യാം. ഇതിലെ എയറോബിക് മെജോറിറ്റി നമ്മളുടെ ബോഡിയിലൊക്കെ നടക്കുന്ന എയറോബിക് തന്നെയാണ്. എന്നാൽ ചെറിയ സൂക്ഷ്മജീവികളിൽ, മൈക്രോ ഓർഗാനിസത്തിലും മറ്റും എന്ത് സംഭവിക്കുന്നുണ്ട്? എനേറോബിക് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിലും എനേറോബിക് സംഭവിക്കുന്ന ഒരു സ്പോട്ട് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജനറലി നമ്മുടെ ബാക്കി എല്ലാ സെല്ലുകളും അണ്ടർഗോ ചെയ്യുന്നത് എയറോബിക് തന്നെയാണ്. സോ എയറോബിക് റെസ്പിറേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞ 2 സ്റ്റെപ്പുകളാണ് ഉള്ളത്. എയറോബിക് റെസ്പിറേഷൻ ഹാവ് ഗോട്ട് 2 steps. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. മക്കളെ ബയോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ?
ബയോളജിയിൽ നമ്മളൊരു ടേം നോക്കിക്കഴിഞ്ഞാൽ ആ ടേമിൽ തന്നെ അതിന്റെ മീനിങ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പല ടേമിന്റെയും ആ മീനിങ് ആ വേർഡിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നു. അതാണ് ബയോളജിയുടെ ഒരു പ്രത്യേകത, അതാണ് ബയോളജിയുടെ ഒരു ബ്യൂട്ടി. സോ we can closely observe the term, understand the meaning, you can define the term very easily. See, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഗ്ലൈക്കോളിസിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആണല്ലോ. നിങ്ങൾ നോക്ക, ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ മീനിങ് ഈസ് ഗ്ലൂക്കോസ്, ലിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്പ്ലിറ്റിംഗ്. So word meaning is very clear, splitting of the glucose, very simple, splitting of glucose. So here you can see the glucose that is splitted or broken down to form pyruvate. Then energy is produced. Okay, little bit energy is produced there. So glucose broken down to form pyruvate plus energy. This is what is called glycolysis, and glycolysis happens in the cytoplasm of the cell. Glycolysis എവിടെയാ സംഭവിക്കുന്നത്? Cytoplasm. See, that is very important. Glycolysis is happening in cytoplasm of the cell. Where what is happening? Glucose is broken down to obtain pyruvate and energy is released. This is the first step of aerobic respiration. മക്കളെ അത് ശ്രദ്ധിക്കണം. Aerobic respiration ന്റെ first step ആണ് glycolysis. Then second step is Krebs cycle. Okay, Krebs cycle. This is happening in the mitochondria, the powerhouse of the cell. You know, mitochondria is referred to as powerhouse of the cell because it produces, okay, and store energy. മൈറ്റോകോൺട്രിയയിൽ ആണ് എന്ത് സംഭവിക്കുന്നത്? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതും എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നതും എവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൈറ്റോകോൺട്രിയ. അതുകൊണ്ടല്ലേ അവരെ നമ്മൾ എന്ത് വിളിച്ചത്? പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിച്ചത്, അല്ലേ? ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രബ്സ് സൈക്കിളിൽ എന്താ സംഭവിക്കുന്നത്? നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കിട്ടി? വി ഒബ്റ്റൈൻഡ് പൈറുവേറ്റ്. ദാറ്റ് പൈറുവേറ്റ് ഈസ് യൂസ്ഡ് ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്. The pyruvate obtained in the first step is utilized in the second step. What is happening? You see, it is converted to carbon dioxide, water, and energy is produced here. Okay. In the second step, that is Krebs cycle, the pyruvate which is formed in the initial step, that is glycolysis. That pyruvate is converted to water, carbon dioxide, and energy is produced. This is Krebs cycle, and this happens in the mitochondria of the cell. Glycolysis occurs in cytoplasm. The process glycolysis happens in cytoplasm. Krebs cycle, the process is happening in the mitochondria of the cell. Okay, എവിടെ വെച്ച് സംഭവിക്കുന്നു എന്നുള്ളത് ഓർത്തു വെക്കുക. ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദി എൻഡ് പ്രൊഡക്റ്റ് ഓൾസോ. ഓക്കെ, ക്ലിയർ? ഹിയർ വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, എനർജി. There pyruvate and energy. Then this is the equation. Okay, initially just to see the below thing. താഴെ നോക്കാം. ജസ്റ്റ് ഇത് നിങ്ങൾ ജസ്റ്റ് നോക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് is glycolysis, where glucose is broken down to obtain pyruvate and energy. Clear? Up to this. This is what is called our glycolysis. Glycolysis happens in the cytoplasm. Got it? Got it? Then next step, the pyruvate is converted to water, carbon dioxide, and energy. The process is called as Krebs cycle, which happens in the mitochondria. അതിന്റെ ഇക്വേഷൻ മുകളിൽ എഴുതുകയാണ്. See, C6H12O6. Adenda C6H12O6. Yes, that is glucose. 6 carbon containing compound. 6 carbon containing compound, glucose. And what happened to this glucose? Yeah, it need to be broken down. Glycolysis. Glucose is broken down to obtain pyruvate. See, 3 carbon compound, pyruvate. 6 carbon compound is converted to 3 carbon compound. CH3, CO, COOH. That is pyruvate. Energy is produced. This happens in cytoplasm.
And glycolysis in oxygen venda, that is another important thing. Oxygen is not required for the process of glycolysis. That is oxygen independent. Then what is the next step? Krebs cycle. The pyruvate which we obtained here is getting converted to carbon dioxide, water, ATP, 36 or 38 ATP. And if you closely observe, this happens in mitochondria. വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിക്കാം. So the first step is glycolysis and the second is Krebs cycle. Glycolysis occur in the cytoplasm, Krebs cycle occur in the mitochondria. Then in our muscle cell, generally in all of our cells executes aerobic respiration only, but in our muscle cell, when we are doing some strenuous exercise, continuous exercise, vigorous exercise, oxygen in our muscle cell get reduced. This causes absence of oxygen, the condition of absence of oxygen in our muscle cell. Okay, let me take my pen. Okay, lack of oxygen in our muscle cell. In that case, respiration will occur and lactic acid gets deposited in our muscle. There is a chance of accumulation of lactic acid in our muscle cell. And the lactic acid, the presence of this lactic acid cause muscular cramp. Muscle pain. നമുക്ക് പേശിയിൽ മസിലിന് ഒരു വേദന അനുഭവപ്പെടും, ക്രാമ്പ് അനുഭവപ്പെടും. കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് റെഡി ആവും കേട്ടോ. ലാക്ടിക് ആസിഡ് ഡിപ്പോസിഷൻ പോയി കഴിഞ്ഞാൽ ഇത് റെഡി ആവും. So this is anaerobic respiration happening in our muscles. The equation, glycolysis il മാറ്റം ഉണ്ടാവില്ല, same thing. Glucose is broken down to pyruvate because no oxygen is required. Glycolysis, which is occurring in cytoplasm of the muscle cell. Then next step, lack of oxygen, the pyruvate is getting converted to lactic acid, that is C3H6O3. That is fermentation in absence of oxygen. This also happens in the cytoplasm only. Then energy is produced. Okay, ready? Ready? This is what is happening in our muscle cell. Then fermentation in yeast. You know what is yeast? നമ്മുടെ ബേക്കറികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈസ്റ്റ്. ബ്രെഡ് ബേക്ക് ചെയ്യാനും അരിമാവ് നമ്മുടെ മാവ് പുളിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈസ്റ്റ് ഉപയോഗിക്കാം. ഈസ്റ്റ് ഈസ് എ മൈക്രോ ഓർഗാനിസം, യു നോ. ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗസ് ഓർ ഫഞ്ചൈ which is a unicellular. Okay, unicellular fungi is yeast. So നമ്മൾ ഈ ഗ്ലൂക്കോസ് നമുക്ക് പഞ്ചസാര വെള്ളത്തിൽ ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ it will produce ethanol, ethyl alcohol. See, നമ്മൾ അരിമാവിലൊക്കെ നമ്മൾ ഈസ്റ്റിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ അത് എന്ത് ചെയ്തും, എന്താ കൺവേർട്ട് ചെയ്യും? എഥനോൾ, C2H5OH, that is ethanol, ethyl alcohol. Then carbon dioxide and energy will be produced. This is fermentation in yeast, that is alcoholic fermentation. Similar manner in bacteria also, you might have, you know that milk is converted to curd. So there also fermentation is the action, that is lactic acid fermentation done by lactobacillus. This is yeast. This is alcoholic fermentation because the product is alcohol, ethanol. Then carbon dioxide will be produced, that get trapped in the batter. നമ്മൾ മാവിലൊക്കെ ട്രാപ്പ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ്, ഈ എയർ ബബിൾ, നമുക്കിപ്പോൾ സോഫ്റ്റ് ടെക്സ്ചർ, കേക്കിന്റെ ബ്രെഡിനൊക്കെ സോഫ്റ്റ് ടെക്സ്ചർ ഇല്ലേ, ടെക്സ്ചർ, ആ പോർസ്, അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് ഈ ബേക്ക് ചെയ്യുമ്പോൾ എക്സ്കേപ്പ് ആവുന്നതാണ്. അതിന്റെ ഇക്വേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊക്കെ സെയിം ആണ്. ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്, ബ്രോക്കൺ ഡൗൺ ടു പൈറുവേറ്റ്. Glycolysis happens in the cytoplasm, that is same. Then next is fermentation in absence of oxygen. Definitely fermentation is absence of oxygen only, anaerobic respiration only. There it's get converted to ethanol, C2H5OH plus CO2 plus 2 ATP. Energy is produced there. So ഇത്രയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഓവറോൾ നമ്മൾ എഴുതുമ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു റെപ്രസെന്റേഷൻ കൂടിയാണ്. Initial step is same, which is happening in the cytoplasm, that is glycolysis, where glucose is broken down to obtain pyruvate. The step is same for everything. It is same ആണ്. Then what happened to pyruvate? That is the next thing. In mitochondria, pyruvate is getting converted to CO2, H2O, ATP. That happens in the presence of oxygen, that is aerobic.
aerobic respiration. Then in our muscle cell, lack of oxygen, the condition of lack of oxygen, when the oxygen availability in our muscles get reduced, our muscles start respiring anaerobically, resulting in the formation of lactic acid. Obviously energy will be produced. Then in yeast, that the absence of oxygen, anaerobic only, the pyruvate is getting converted to ethanol, C2H5OH, then CO2, then energy will be produced there also. So, ഈ ഒരു ഫ്ലോ ചാർട്ട്, ഈ ഒരു ഇലസ്ട്രേഷൻ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കും. Then drop your answers in the comment section. Name the type of respiration in which the end products are C2H5OH, CO2 ഏതിലാണെന്ന് കമന്റ് ചെയ്യുക, A എന്നിട്ട് കമന്റ് ചെയ്യുക, CO2H2 ഏതിലാണെന്ന് വെച്ച് കമന്റ് ചെയ്യുക, ലാക്ടിക് ആസിഡ് എവിടെയാണെന്ന് വെച്ച് കമന്റ് ചെയ്യുക. വാല്യുബിൾ കമന്റ്സ് ആയിരിക്കും അത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് ഞാൻ നോക്കും, അതിന് റിപ്ലൈ തരും. ഓക്കെ, ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഇമ്പോർട്ടന്റ് കോണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഉറപ്പ്. തുടർന്ന് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.